അപ്പോൾ തന്നെ ഈ ഒരു H1N1 ആശങ്ക ഉണ്ടായിരുന്നല്ലോ കൊച്ചിയിൽ. അതിന്റെ കാര്യങ്ങൾ എന്തായി? അത് ഒരു കുഞ്ഞിന്റെ മരണം സംഭവിച്ചു എന്നല്ലേ, അതിനപ്പുറത്തേക്ക് ഒരു ആശങ്കയുടെ സാഹചര്യമുണ്ടോ അവിടെ? എൽദോ, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി പനി ഒഴിയാതെ തന്നെ സംസ്ഥാനത്തെ പൊതുവിലും തന്നെ പനി ബാധിതരുടെ എണ്ണം വളരെയധികം കൂടുന്നുണ്ട്. എറണാകുളം ജില്ലയും ആ കണക്കിൽ ഒട്ടും പിറകിലല്ല. ഇന്നലെ ഉണ്ടായിരുന്ന 4 വയസ്സുകാരൻ്റെ മരണം അത് H1N1 ആണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം ഇന്നലെ തന്നെയും അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഒരു ഔദ്യോഗികമായ രീതിയിലേക്ക് അത്തരം കാര്യങ്ങൾ വരും. ഒപ്പം തന്നെയും അത്തരം പനി ബാധിതരുടെ എണ്ണം കൂടുന്നത് വലിയ രീതിയിലൊരു ആശങ്ക ഉണർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഡെങ്കിപ്പനി കേസുകളുടെ എണ്ണം വളരെയധികം തന്നെ വർദ്ധിക്കുന്നുണ്ട്. നിലവിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ എണ്ണം വളരെ കൂടുതലാണ്. പല സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിക്കുന്നവർക്ക് ഒരു സാധാരണഗതിയിൽ തേടുന്ന മുറി അത് കിട്ടാത്ത സാഹചര്യങ്ങൾ എല്ലായിടത്തും തന്നെ ഉണ്ട് എന്നതാണ്. അത്ര കണ്ട കൂടുതൽ കേസുകളും പനിബാധിതർ തന്നെയാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ കളമശ്ശേരിയിൽ വരുമ്പോൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത ഏതാണ്ട് 100ഓളം ഡെങ്കു കേസുകൾ അവിടെ മാത്രം റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. തൃപ്പൂണിത്തുറയിലേക്ക് വരുമ്പോൾ അതും ഏതാണ്ട് 50-ലും കേസുകൾ ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ കോർപ്പറേഷൻ്റെ പരിധിയിലും ഡെങ്കു കേസുകൾ കൂടുന്നതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊരു അടിയന്തര സാഹചര്യം തന്നെയാണ്, ഒരു സംശയവുമില്ല. കാരണം പനിബാധിതരുടെ എണ്ണം കൂടുന്നു എന്നതാണ്. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഇന്നലെ മുതൽ തന്നെ അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ളൊരു ക്യാമ്പയിനും എല്ലാ വീടുകളിലേക്കും ആരോഗ്യ പ്രവർത്തകർ ഇറങ്ങിച്ചെന്നുകൊണ്ട് ബോധവൽക്കരണ പരിപാടികളടക്കം കൊതുക് നശീകരണം തന്നെയാണ് പ്രാധാന്യം. കഴിഞ്ഞ ദിവസം കൊച്ചി മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ തന്നെ നേരിട്ട് അഭ്യർത്ഥിച്ചിരുന്നു. കാരണം ഫോഗിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് സർക്കാരും കൂടി അടിയന്തരമായ ചില ഇടപെടലുകൾ ഇക്കാര്യങ്ങളിൽ വേണമെന്നതടക്കം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നടപടികളിലേക്കെല്ലാം തന്നെ കടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യ പരിപാലന രംഗത്ത് കൂടി ശ്രദ്ധിച്ചുകൊണ്ട് ഇതിനൊരു തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പനി അത് ചികിത്സിക്കുക, വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകുന്നുണ്ട്. അങ്ങനെ പനി ബാധിതരുടെ എണ്ണം ജില്ലയിൽ കൂടി വരികയാണ്. അത് വരും ദിവസങ്ങളിൽ പ്രതിരോധ മാർഗങ്ങളിലൂടെ തന്നെ കുറേയെങ്കിലും അതിന് തടയിടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ആരോഗ്യ പ്രവർത്തകർക്കും ഡിമോ അടക്കമുള്ള സംവിധാനങ്ങളുമെല്ലാം തന്നെ പറയുന്നത്. അതിൻ്റെ ഒരു പ്രതിരോധ മാർഗങ്ങളിലേക്കെല്ലാം കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയും ആ വീടുകളിലേക്കുള്ള ക്യാമ്പയിൻ അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും പനിബാധിതരുടെ എണ്ണം നിലവിൽ കൂടുതലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡെങ്കു കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പെരുമ്പാവൂർ മേഖലയിലെല്ലാം തന്നെ നമുക്കറിയാം, അടുത്തിടെയെല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെ മഞ്ഞപ്പിത്തം അത് ആ മേഖലയിലെല്ലാം അത് വളരെ കടുത്ത ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. ഇടയ്ക്കെങ്കിലും അവിടെ ഒരു കേസെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നത് തന്നെ അത് അത്തരം ഒരു വിഷയങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കുടിക്കുന്ന വെള്ളം അടക്കമുള്ള കാര്യങ്ങളിൽ ജാഗ്രത വേണം എന്ന് ജില്ലാ ആരോഗ്യ വകുപ്പെല്ലാം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കരുതലിലൂടെ തന്നെ മുന്നോട്ട് പോവുക, ആരോഗ്യം സംരക്ഷിക്കുക എന്ന് തന്നെയാണ് നൽകുന്ന സന്ദേശം. പ്രതിരോധ മാർഗങ്ങൾ അതിനെല്ലാം തന്നെ ഊന്നൽ നൽകിക്കൊണ്ട് ആണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എൽദോ, റൈറ്റ്. എന്നാലും കാണാൻ ദൃശ്യത്തിൽ ലിയോൺ ലിബു 4 വയസ്സുകാരനാണ് ഇന്നലെ H1N1 ബാധിച്ച് മരണം സംഭവിച്ചത്. വരാപ്പുഴ ഉള്ളയാണ് ലിയോൺ ലിബു. എന്നുള്ള ഈ പകർച്ചവ്യാധി ഈ മഴയുടെ സാഹചര്യത്തിൽ അത് ഉണ്ട്.